എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോർട്സിന്റെ റിവിഷൻ ആണ്. സ്പോർട്സ് ക്ലാസ് കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പഠന നിലവാരം സ്വയം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ടെസ്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിയറി ഡി കുബർട്ടി. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവാണ് പിയറി ഡി കുബർട്ടി. അമേരിക്കൻ ഐക്യനാടുകളിലെ മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അമേരിക്കൻ ഐക്യനാടുകളിലെ മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബോക്സിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കാളപ്പോര്? സ്പെയിൻ. സ്പെയിന്റെ ദേശീയ കായിക വിനോദമാണ് കാളപ്പോര്. ലിറ്റിൽ സ്ലാം എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ലിറ്റിൽ സ്ലാം എന്ന പദം ബ്രിഡ്ജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് മ്യൂസിയം എവിടെയാണ്? ലൊസൈൻ. എവിടെയാണ് ഒളിമ്പിക്സ് മ്യൂസിയം? ലൊസൈൻ. ലൊസൈനിലാണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വെല്ലിംഗ്ടൺ ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുഴച്ചിൽ. തുഴച്ചിലുമായിട്ടാണ് വെല്ലിംഗ്ടൺ ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഡക്വർത്ത് ലൂയിസ് നിയമം ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനം? സൂറിച്ച്. അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനമാണ് സൂറിച്ച്. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ്? പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആൻസർ പി.ടി. ഉഷ. പി.ടി. ഉഷയാണ് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ്. മിൽഖ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. മിൽഖ സിംഗ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത്ലറ്റിക്സുമായിട്ടാണ് മിൽഖ സിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ വേനൽക്കാല പാരാലിമ്പിക്സിന് വേദിയായത്? റോം. റോമിലാണ് ആദ്യത്തെ വേനൽക്കാല പാരാലിമ്പിക്സിന് വേദിയായത്. ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായത്? വിശ്വനാഥൻ ആനന്ദ്. ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. കായിക പരിശീലനത്തിനുള്ള ഇന്ത്യയിലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് കായിക ഇൻസ്റ്റിറ്റ്യൂട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. മൈക്കിൾ ജോർദാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്കറ്റ്ബോൾ. മൈക്കിൾ ജോർദാൻ ബാസ്കറ്റ്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് വർഷമാണ് തിയോഡോസിസ് ഒളിമ്പിക്സ് നിരോധിച്ചത്? AD 394. AD 394 തിയോഡോസിയസ് ഒളിമ്പിക്സ് നിരോധിച്ചത്. ലീഡ്സ്, ലോർഡ്സ്, ഓവൽ എന്നീ പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ലീഡ്സ്, ലോർഡ്സ്, ഓവൽ എന്നീ പദങ്ങൾ ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സുബ്രതോ മുഖർജി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബ്രസീലിന്റെ ദേശീയ കായിക വിനോദം? കപ്പോയിറ.
ബ്രസീലിന്റെ ദേശീയ കായിക വിനോദമാണ് കപ്പോയിറ. പെന്റാത്ലോണിലെ ഇനങ്ങളുടെ എണ്ണം 5. 5 ഇനങ്ങളാണ് പെന്റാത്ലോണിൽ ഉള്ളത്. ഫുട്ബോൾ സംഘടനയായ ഫിഫ രൂപം കൊണ്ട വർഷം 1904. 1904 ഫുട്ബോൾ സംഘടനയായ ഫിഫ രൂപം കൊണ്ടത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഫീൽഡ് ഹോക്കി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് മെർഡേക്ക കപ്പ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് മെർഡേക്ക കപ്പ്. ബുൾസൈ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ബുൾസൈ എന്ന പദം ഷൂട്ടിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലോർഡ്സ്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലോർഡ്സ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ്. പിക്ചർ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും. അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ അത്ലറ്റ് ആണ് അഞ്ജു ബോബി ജോർജ്. നാദിയ കോമനേച്ചി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജിംനാസ്റ്റിക്സ്. നാദിയ കോമനേച്ചി ജിംനാസ്റ്റിക്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ മധ്യത്തിലെ വളയത്തിന്റെ നിറം കറുപ്പ്. ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ മധ്യത്തിലെ വളയത്തിന്റെ നിറമാണ് കറുപ്പ്. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ലോറിയസ് അവാർഡ്. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറിയസ് അവാർഡ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. പോളോ കളിയുടെ ഉത്ഭവം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? മണിപ്പൂർ. പോളോ കളിയുടെ ഉത്ഭവം ഇന്ത്യയിലെ മണിപ്പൂരിൽ നിന്നാണ്. പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി കൊറീബസ്. പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയിയാണ് കൊറീബസ്. ബിയോണ്ട് 10,000 എന്ന പുസ്തകം രചിച്ചത് അലൻ ബോർഡർ. ബിയോണ്ട് 10,000 എന്ന പുസ്തകം രചിച്ചത് അലൻ ബോർഡർ ആണ്. മൊഹാലി സ്റ്റേഡിയം എവിടെയാണ്? ചണ്ഡീഗഡ്. മൊഹാലി സ്റ്റേഡിയം എവിടെയാണ്? ചണ്ഡീഗഡ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദി. ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വർഷം 1975. 1975 ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത്. ആഷസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ആഷസ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വാട്ടർ പോളോ ടീമിലെ കളിക്കാരുടെ എണ്ണം 7. വാട്ടർ പോളോ ടീമിലെ കളിക്കാരുടെ എണ്ണമാണ് 7. ക്വീൻസ്ബെറി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബോക്സിംഗ്. ക്വീൻസ്ബെറി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കായിക വിനോദമാണ് ബോക്സിംഗ്. ഒരു ഫുട്ബോൾ മാച്ചിന്റെ ദൈർഘ്യം എത്ര മിനിറ്റ് ആണ്? 90. ഒരു ഫുട്ബോൾ മാച്ചിന്റെ ദൈർഘ്യം 90 മിനിറ്റ് ആണ്. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ കായിക വിനോദം
ബസ്കാഷി. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ കായിക വിനോദമാണ് ബസ്കാഷി. ഏത് മരത്തിന്റെ തടി ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്? വില്ലോ. വില്ലോ മരത്തിന്റെ തടി ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം 16. ഷട്ടിൽ കോക്കിന്റെ തൂവലുകളുടെ എണ്ണമാണ് 16. ഐസ് ഹോക്കിയുടെ കളിസ്ഥലത്തിന്റെ പേര്? റിംഗ്. ഐസ് ഹോക്കിയുടെ കളിസ്ഥലത്തിന്റെ പേരാണ് റിംഗ്. ചൈനാമാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റുമായിട്ടാണ് ചൈനാമാൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? മിൽഖാ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് മിൽഖാ സിംഗ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം? ലൊസൈൻ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനമാണ് ലൊസൈൻ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പഴയ പേര്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പഴയ പേരാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ആർക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ? വെസ്റ്റ് ഇൻഡീസ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് വെസ്റ്റ് ഇൻഡീസ്. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.